നമസ്കാരം. ഞാൻ സുഹൈബ് എം, കാസർഗോഡ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ സെക്രട്ടറിയാണ്. കാസർഗോഡ് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി റോട്ടറി ക്ലബ്ബുമായി ചേർന്നുകൊണ്ട് കാസർഗോഡ് വിഷൻ മുഖേന ലീഗലി ആൻഡ് മെന്റലി എംപവറിംഗ് എന്ന പേരിൽ, ലാംപ് എന്ന പേരിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും ശാക്തീകരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി വ്യത്യസ്തമായ വിഷയങ്ങളിൽ ക്ലാസുകൾ സംഘടിപ്പിച്ച് അവ സംപ്രേഷണം ചെയ്തു വരികയാണ്. എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയുമാണ് അവ സംപ്രേഷണം ചെയ്തു വരുന്നത്. അതിന്റെ ഭാഗമായി ശൈശവ വിവാഹം അഥവാ ബാലവിവാഹം എന്ന വിഷയത്തിന്റെ നിയമവശത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഭാരതത്തിന്റെ ഭൂതകാലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു വസ്തുത, ഇവിടെ ശൈശവ വിവാഹം നല്ല രീതിയിൽ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ഒരുപാട് കുട്ടികളെ അവർ കളിക്കേണ്ട, പഠിക്കേണ്ട, കളിച്ചുല്ലസിക്കേണ്ട, പൂമ്പാറ്റകളായി പാറി നടക്കേണ്ട ആ ഒരു നല്ല സമയത്ത് അവരുടെ തലയിൽ ദാമ്പത്യം എന്ന് പറയുന്ന ഉത്തരവാദിത്തം ചാർത്തിക്കൊണ്ട് അവരുടെ ബാല്യകാലത്തിന്റെ എല്ലാ സൗന്ദര്യത്തെയും നശിപ്പിക്കുന്ന ഒരു ഏർപ്പാട് ഇവിടെ ഉണ്ടായിരുന്നു. അതിനെയാണ് ശൈശവ വിവാഹം എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഈ ശൈശവ വിവാഹം നല്ല രീതിയിൽ തന്നെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിലനിന്നിരുന്നതുകൊണ്ട് അവർ ഈ പ്രവണതയ്ക്കെതിരെ നിയമനിർമ്മാണം കൊണ്ടുവരാൻ ആലോചിക്കുകയും അതിന്റെ ഭാഗമായി 1929 ശാരദ ആക്ട് എന്ന് പലരും വിളിക്കുന്ന ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് 1929 എന്ന ഒരു നിയമനിർമ്മാണം കൊണ്ടുവന്നു. ആ നിയമപ്രകാരം ശൈശവ വിവാഹത്തെ നിരോധിക്കപ്പെടുകയുണ്ടായി. അന്നത്തെ നിയമപ്രകാരം ഒരു പുരുഷന് നിയമപരമായിട്ട് വിവാഹം കഴിക്കാവുന്ന പ്രായം 18, ഒരു സ്ത്രീക്ക് നിയമപരമായി വിവാഹം കഴിക്കാവുന്ന പ്രായം 14 നിശ്ചയിച്ചത്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ വിവാഹപ്രായത്തെ സംബന്ധിച്ച് വീണ്ടും വിചാരം ഉണ്ടാവുകയും പാർലമെന്റ് അതിനെ വേണ്ടുന്ന ഭേദഗതി വരുത്തുകയും ചെയ്തു. അതിന്റെ ഭാഗമായി 1978 നേരത്തെ പറഞ്ഞ ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട് എന്ന നിയമത്തിൽ ഭേദഗതി വരുത്തി പുരുഷന്റെ നിയമപരമായി വിവാഹം കഴിക്കാനുള്ള പ്രായം 21 സ്ത്രീക്ക് വിവാഹം കഴിക്കാവുന്ന നിയമപരമായ പ്രായം 18 നിശ്ചയിച്ചു. ഈ നിയമം നിലനിൽക്കെ പിന്നീട് 2006 പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഈ രണ്ട് നിയമത്തിന്റെയും ലക്ഷ്യങ്ങൾ ഒന്ന് തന്നെയാണ്: ബാലവിവാഹം നിരോധിക്കുക, ആ ബാലവിവാഹത്തിൽ കൂട്ടുനിൽക്കുന്ന ആൾക്കാരെ മാതൃകാപരമായി ശിക്ഷിക്കുക. ഈ രണ്ടാമത്തെ ആക്ടിൽ, അതായത് പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട് 2006, അത് നിലവിൽ വന്നതോടുകൂടി പഴയ ആക്ട് ദുർബലപ്പെട്ടു പോവുകയുണ്ടായി. ഈ പുതിയ ആക്ട് പ്രകാരം 2006 നിയമപ്രകാരം ഒരു പുരുഷന് വിവാഹം കഴിക്കാവുന്ന പ്രായം 21 വയസ്സും സ്ത്രീക്ക് വിവാഹം കഴിക്കാവുന്ന പ്രായം 18 വയസ്സുമാണ്. അപ്പോൾ ഏതൊരു പ്രവൃത്തിയും നിയമം മൂലം നിരോധിച്ചാൽ അത്തരം പ്രവൃത്തികൾ ലംഘിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ അത് നിരോധിക്കുന്ന നിയമത്തിൽ തന്നെ പ്രതിപാദിച്ചിരിക്കും. അതുപോലെ ഈ ശൈശവ വിവാഹ നിരോധന നിയമത്തിലും ബാലവിവാഹത്തിന്റെ
അതായത് ഒരു സ്ത്രീക്കും പുരുഷനും വിവാഹം കഴിക്കാവുന്ന നിയമപരമായ പ്രായത്തിന്റെ നിർണയിക്കപ്പെട്ട പരിധി ലംഘിച്ചുകൊണ്ട് വിവാഹം നടത്തിയാൽ അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഈ ആക്ട് തന്നെ പറയുന്നുണ്ട്. അതിലെ 3-ാം വകുപ്പ് പ്രകാരം ഏതെങ്കിലും ഒരാളുടെ, ഒരു സ്ത്രീ ആയിക്കോട്ടെ ഒരു പുരുഷനായിക്കോട്ടെ, അവരുടെ നിയമപ്രകാരമുള്ള പ്രായപരിധി ലംഘിച്ചുകൊണ്ട് വിവാഹം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് കോടതിയെ പിന്നീട് സമീപിച്ച് ആ നിയമം റദ്ദ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നിയമം മൂലം നിർണയിക്കപ്പെട്ട വിവാഹത്തിന്റെ പരിധി ലംഘിച്ചുകൊണ്ട് ബാലവിവാഹം നടത്തിയാൽ ആരാണോ ആ വിവാഹ സമയത്ത് നിർണയിക്കപ്പെട്ട പ്രായപരിധിയിൽ താഴെ കിടക്കുന്നത് അവർക്ക് അവരുടെ മൈനോറിറ്റി പീരീഡിൽ, അതല്ലെങ്കിൽ അവർ മേജറായി, അതായത് 18 വയസ്സ് പൂർത്തിയായി 2 വർഷത്തിനുള്ളിൽ കുടുംബ കോടതിയെ സമീപിച്ച് ആ ബാലവിവാഹം റദ്ദ് ചെയ്യാൻ സാധിക്കും. അത്തരം വിവാഹത്തെ വോയിഡബിൾ മാരേജ് എന്ന് പറയും. അതായത് റദ്ദ് ചെയ്യാൻ പറ്റാവുന്ന വിവാഹം. അത്തരം ബാലവിവാഹത്തിന് ഈ നിയമസാധുത തീരെയില്ല എന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല. വോയിഡബിൾ മാരേജ് ആയതുകൊണ്ട് അത്തരം ശൈശവ വിവാഹം ചോദ്യം ചെയ്തുകൊണ്ട് ആരാണോ ആ വിവാഹ സമയത്ത് മൈനർ, അതായത് കുട്ടികൾ, അവർക്ക് അവരുടെ മൈനോറിറ്റി പീരീഡിന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവർ കല്യാണം കഴിച്ച് 2 വർഷത്തിന്റെ ഉള്ളിൽ ആ വിവാഹത്തെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതിയെ സമീപിക്കാം. കോടതിയിൽ അങ്ങനെ ആ വിവാഹത്തിന്റെ സാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹർജി ബോധിപ്പിച്ചാൽ കോടതി അത് ബാലവിവാഹമാണോ അല്ലയോ എന്ന് പരിശോധിച്ച് ബാലവിവാഹമാണെങ്കിൽ ആ വിവാഹത്തെ റദ്ദ് ചെയ്യുന്നതാണ്. അങ്ങനെ റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് ആ വിവാഹത്തിന് യാതൊരു നിയമസാധ്യതയും ഇല്ല. ആ വിവാഹത്തിൽ ഏർപ്പെട്ട 2 വ്യക്തികൾക്കും പരസ്പരം ഭാര്യ ഭർത്താവ് എന്ന സ്റ്റാറ്റസ് നഷ്ടപ്പെടും. അങ്ങനെ കോടതിയെ സമീപിക്കുന്ന അവസരത്തിൽ കോടതിക്ക് വേണമെങ്കിൽ യുക്തമാണെന്ന് തോന്നുന്ന പക്ഷം സ്ത്രീയുടെ അപേക്ഷ പ്രകാരമാണെങ്കിൽ അതിന്റെ ഭർത്താവിനോട്, അവരുടെ ഭർത്താവിനോട് ആ സ്ത്രീ പുനർവിവാഹം ചെയ്യുന്നത് വരേക്കും അവൾക്ക് ചെലവിന് കൊടുക്കാൻ കൽപ്പിക്കാൻ അധികാരമുണ്ട്. അതുപോലെ ആ വിവാഹത്തിൽ, ഈ ശൈശവ വിവാഹത്തിൽ കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കസ്റ്റഡി ആർക്കാണ് എന്ന് തീരുമാനിക്കാനും കോടതിക്ക് പറ്റും. അതുപോലെ തന്നെ ആ ശൈശവ വിവാഹത്തിൽ ഏർപ്പെട്ട പെൺകുട്ടിക്ക് താമസ സൗകര്യം ഇല്ല എങ്കിൽ താമസ സൗകര്യം അവരുടെ പുനർവിവാഹം വരേക്കും ഒരുക്കി കൊടുക്കാൻ ആ ശൈശവ വിവാഹത്തിന്റെ ഭർത്താവിനോട് കൽപ്പിക്കാനും കോടതിക്ക് അധികാരമുണ്ട്. അതുപോലെ വിവാഹ സമയത്ത് അല്ലെങ്കിൽ അതിനുശേഷം ഈ ശൈശവ വിവാഹത്തിൽ ഉൾപ്പെട്ട ഭർത്താവ് സ്ത്രീയിൽ നിന്ന് വല്ല ആനുകൂല്യങ്ങൾ പണമായോ ആഭരണമായോ മറ്റോ കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം കോടതിയിൽ തെളിയിച്ചാൽ അത് തിരികെ കൊടുക്കാനും കോടതിക്ക് തിരികെ കൊടുക്കാൻ കൽപ്പിക്കാനും കോടതിക്ക് അധികാരമുണ്ട്. പിന്നെ ഈ കുട്ടികളുടെ സ്ഥിതിവിശേഷമാണ് അതിലൊരു പ്രാധാന്യം. ഏതെങ്കിലും ഒരു വിവാഹം ശൈശവ വിവാഹം എന്ന കാറ്റഗറിയിൽ പെട്ടുകൊണ്ട് കോടതിയിൽ ചോദ്യം ചെയ്യുകയും അത്തരം വിവാഹം ശൈശവ വിവാഹം ആയി എന്നതിന്റെ പേരിൽ അതിന്റെ മൈനറുടെ അപേക്ഷ പ്രകാരം കോടതി റദ്ദ് ചെയ്താൽ അത്തരം വിവാഹത്തിൽ ജനിച്ച കുട്ടികൾക്ക് എല്ലാ കുട്ടികൾക്കും ഉള്ളതുപോലെ എല്ലാ നിയമപരമായ വിവാഹത്തിലും ജനിച്ച കുട്ടികൾക്ക് ഉള്ളതുപോലെ നിയമപരമായ എല്ലാ പരിരക്ഷയും കിട്ടുന്നതാണ്.
അതായത് അവരുടെ ആ കുട്ടികളുടെ അച്ഛനും അമ്മയും ഉൾപ്പെട്ട ശൈശവ വിവാഹം കോടതി റദ്ദ് ചെയ്തു എന്നതിന്റെ പേരിൽ കുട്ടികൾക്ക് യാതൊരു ആനുകൂല്യങ്ങളും നഷ്ടപ്പെടുന്നതല്ല. അത്തരം കുട്ടികളെ ലെജിറ്റിമേറ്റ് ചൈൽഡ്, അതായത് നിയമസാധുതയുള്ള കുട്ടികളായിട്ട് തന്നെ നിയമപരമായിട്ട് കണക്കാക്കും. അവർക്ക് അവരുടെ അച്ഛന്റെയോ അവരുടെ അമ്മയുടെയോ സ്വത്തുക്കളിൽ പിന്തുടരാനുള്ള എല്ലാവിധ അവകാശമുണ്ടായിരിക്കുന്നതാണ്. അതുപോലെ ആ കുട്ടിയുടെ വിവാഹം വേർപെടുത്തിയിട്ടുണ്ടെങ്കിൽ കൂടി ആ കുട്ടിയുടെ അച്ഛനിൽ നിന്ന് ഭാവിയിൽ ആ കുട്ടിക്ക് 18 വയസ്സാകുന്നത് വരേക്കും ചെലവിന് ആവശ്യപ്പെടാനും മറ്റും ആ കുട്ടിക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. അങ്ങനെ കോടതിയെ സമീപിച്ചാൽ കോടതിയിൽ നിന്ന് നിവൃത്തി കിട്ടുന്നതുമാണ്. ഇനി ഇതിൽ മനസ്സിലാക്കേണ്ടുന്ന മറ്റു വസ്തുത ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഇതിലെ ഈ ബാലവിവാഹം നടത്താൻ പാടില്ല എന്ന് ഈ നിയമത്തിൽ പറയുന്നതുകൊണ്ട് അത്തരം നിയമപരമായ വിലക്കുകളെ ലംഘിച്ചുകൊണ്ട് ആരെങ്കിലും വല്ലതും പ്രവർത്തിച്ചാൽ അതിന് എന്താണ് നടപടി എന്നുള്ളതാണ്. ഈ ആക്ടിൽ ബാലവിവാഹം നടത്തിക്കഴിഞ്ഞാൽ അതിന്റെ ഭവിഷ്യത്തായി പറയുന്നത് ശിക്ഷാ നടപടികളാണ്. അതായത് സെക്ഷൻ 9, 10, 11 എന്നിവിടങ്ങളിൽ ബാലവിവാഹ നിയമത്തിൽ ആരെങ്കിലും ഏർപ്പെടുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ പങ്കുകൊള്ളുകയും ചെയ്താൽ അവരെ ശിക്ഷിക്കാനുള്ള നടപടിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതുപ്രകാരം സെക്ഷൻ 9 പ്രകാരം 9-ാം വകുപ്പ് പ്രകാരം ഏതെങ്കിലും ഒരു പുരുഷൻ അവന് 18 വയസ്സ് പൂർത്തിയായി 21 വയസ്സിന് മുമ്പേ ആണെങ്കിൽ കൂടി അദ്ദേഹം 18 വയസ്സ് പൂർത്തിയാകാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയായി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ പുരുഷനെ കോടതിക്ക് നിയമപരമായി ശിക്ഷിക്കാൻ അവകാശമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പുരുഷൻ അദ്ദേഹം 18 വയസ്സ് പൂർത്തിയായതിനു ശേഷം ഒരു ബാലവിവാഹത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തെ 2 കൊല്ലം വരെ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴയിടാനോ കോടതിക്ക് പറ്റും. അതിലെ 10-ാം വകുപ്പ് പ്രകാരം ആരെങ്കിലും ഈ ശൈശവ വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിനുള്ള കാർമ്മികത്വം വഹിച്ചു കഴിഞ്ഞാൽ സോളംനൈസേഷൻ ഓഫ് മാരേജ് എന്ന് പറയും, അത് ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെയും കോടതിക്ക് 2 വർഷം വരെ ശിക്ഷിക്കാൻ അധികാരമുണ്ട്. പിന്നെ വരുന്നത് രക്ഷിതാക്കളുടെ ഊഴമാണ്. ഏതെങ്കിലും ഒരു രക്ഷിതാവ് അവരുടെ കുട്ടികളെ ബാലവിവാഹത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിയമപ്രകാരം നിശ്ചയിക്കപ്പെട്ട പ്രായപരിധി ലംഘിച്ചുകൊണ്ട് വിവാഹം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവരെയും 2 വർഷം വരെ ശിക്ഷിക്കാനും അല്ലെങ്കിൽ 1 ലക്ഷം രൂപ വരെ പിഴയിടാനും കോടതിക്ക് അധികാരമുണ്ട്. ഈ 11-ാം വകുപ്പ് പ്രകാരം സ്ത്രീകളെ ആ ഒരു ശിക്ഷാപരിധിയിൽ നിന്ന് നിയമം ഒഴിവാക്കുന്നുണ്ട്. എങ്കിൽ കൂടി അത്തരം വിവാഹ കർമ്മത്തിൽ പങ്കെടുത്ത അതിന് മുൻകൈയെടുത്ത രക്ഷിതാക്കൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ ഈ നിയമത്തിന്റെ ശിക്ഷാവിധി ബാധകമാണ്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ടുന്ന വസ്തുത, ഏതെങ്കിലും ഒരു രക്ഷിതാവിന്റെ അശ്രദ്ധ കൊണ്ട്, അവരുടെ നോട്ടപ്പിശക് കൊണ്ട്, അവർ ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവരുടെ മക്കളുടെ ബാലവിവാഹം നടത്തപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ നിയമപ്രകാരം ശിക്ഷിക്കാം. അതുകൊണ്ട് ഏത് രക്ഷിതാവിന്റെയും ഉത്തരവാദിത്തമാണ് അവരുടെ മക്കളുടെ പേരിൽ, മക്കളുടെ മേൽ അവർക്ക് ഈ വിവാഹത്തെ സംബന്ധിച്ച് ഉത്തരവാദിത്തം ഉണ്ട് എന്നുള്ളത്. അവരുടെ മക്കളെ, സ്വന്തം മക്കൾ പ്രായപരിധി ലംഘിച്ചുകൊണ്ട് വിവാഹത്തിൽ ഏർപ്പെടുന്നത് ഈ രക്ഷിതാക്കൾക്ക് തടയാനുള്ള ഉത്തരവാദിത്തം ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നുണ്ട്.
ഏതെങ്കിലും ഒരു രക്ഷിതാവ് ആ നിയമപരമായ അതിര് ലംഘിച്ചുകൊണ്ട് ശൈശവ വിവാഹം നടക്കുന്നതിൽ നിന്ന് അവരുടെ മക്കളെ തടയാതിരുന്നാൽ പോലും ഈ രക്ഷിതാക്കളെ ശിക്ഷിക്കാൻ കോടതിക്ക് ഈ നിയമം അധികാരം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉത്തരവാദിത്തമാണ് അവരുടെ മക്കൾ പുരുഷനാണെങ്കിൽ 21 വയസ്സിന് താഴെയോ സ്ത്രീയാണെങ്കിൽ 18 വയസ്സിന് താഴെയോ കല്യാണം കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തൽ. ഇതിനെ നിയമപരമായിട്ട് തന്നെ, അതായത് ഈ രക്ഷിതാവിന്റെ ഭാഗത്തുനിന്ന് വരുന്ന പാളിച്ചകളെ, ശ്രദ്ധക്കുറവിനെ നിയമപരമായി നേരിടാൻ, അവരെ ശിക്ഷിക്കാൻ ഈ നിയമത്തിൽ തന്നെ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഈ സെക്ഷൻ 11 ഒരു പ്രത്യേകത, ഒരു രക്ഷിതാവിനെതിരെ ബാലവിവാഹം നടക്കുന്നതിൽ ആ രക്ഷിതാവ് അശ്രദ്ധ കാണിച്ചു, ആ വിവാഹം തടയാൻ അദ്ദേഹം ജാഗ്രത കാണിച്ചില്ല എന്നൊരു ആരോപണം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ, അദ്ദേഹം അങ്ങനെ ഒരു ജാഗ്രത കാണിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ആ വിവാഹം തടയാൻ അശ്രദ്ധയുണ്ടായിരുന്നു എന്ന് കോടതി പരിഗണിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. അതല്ലെങ്കിൽ ആ രക്ഷിതാവ് കോടതിയിൽ പ്രൂവ് ചെയ്യണം, തെളിയിക്കണം, അങ്ങനെ ഒരു വിവാഹം നടന്നത് എന്റെ പൂർണ്ണമായ അറിവോട് കൂടിയേ അല്ല എന്നും തനിക്ക് യാതൊരു തരം അശ്രദ്ധയും കുട്ടികളുടെ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും. അത് പൊതുവെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമാണ്. ഇനി ഈ വിവാഹത്തിന്റെ നിയമസാധുത കൂടി വേറെ രൂപത്തിൽ പരിശോധിക്കാം. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ശൈശവ വിവാഹം വോയിഡബിൾ ആണ്. അതായത് ഒരു ശൈശവ വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ആ വിവാഹം കോടതി റദ്ദ് ചെയ്യുന്നത് വരേക്കും ആ വിവാഹത്തിന് എല്ലാ നിയമസാധുതയും ഉണ്ടാകും. കോടതി റദ്ദ് ചെയ്തു കഴിഞ്ഞാൽ ആ നിയമത്തിന് വിവാഹ സാധുത പോകും. അതേസമയം ചിലതരം ശൈശവ വിവാഹങ്ങൾ തുടക്കം മുതൽ തന്നെ അസാധുവായിരിക്കും. അങ്ങനെയുള്ള ചില കാറ്റഗറിയിൽപ്പെട്ട വിവാഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഏതെങ്കിലും ഒരു മൈനറായ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി, ബലം പ്രയോഗിച്ച് രക്ഷിതാക്കളുടെ കസ്റ്റഡിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി വിവാഹം ചെയ്തു കഴിഞ്ഞാൽ ആ നിയമത്തിന് ഒരു നിയമസാധ്യതയില്ല. അത് വോയിഡ് മാരേജ് ആണ്, റദ്ദാക്കപ്പെട്ട വിവാഹമാണ്. അതുപോലെ ഏതെങ്കിലും ഒരു മൈനറായ കുട്ടിയെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വേറൊരാൾക്ക് വിൽപ്പന നടത്തി അതുപ്രകാരം ആ കുട്ടി കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും തുടക്കം മുതലേ അത്തരം വിവാഹം റദ്ദ് ചെയ്യപ്പെട്ട വിവാഹമായി പരിഗണിക്കും. ഇനി അടുത്തതായിട്ട് പരിശോധിക്കാനുള്ളത്, ഒരു ശൈശവ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നിയമപരമായി എങ്ങനെയൊക്കെ ചെറുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഏതൊരു അന്യായമായ പ്രവൃത്തിയെയും പോലെ ഈ ശൈശവ വിവാഹത്തെയും കോടതിക്ക് ഇൻജങ്ഷൻ കൽപ്പന മൂലം നിരോധിക്കാൻ സാധിക്കുന്നതാണ്. അതിന്റെ നടപടികൾ ഞാൻ നേരത്തെ പറഞ്ഞ നിയമത്തിന്റെ 13-ാം വകുപ്പിൽ പറയുന്നുണ്ട്. ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട വിഷയം. ഏതെങ്കിലും ഒരു ശൈശവ വിവാഹം നിങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഏത് ഇന്ത്യൻ പൗരനും വിവരം കിട്ടിയാൽ അദ്ദേഹത്തിന് അത് സംബന്ധിച്ച് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും. അതിന് 2-3 നടപടിക്രമങ്ങളുണ്ട്. ഒന്ന്, അവർക്ക് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസർക്ക് ഈ വിവരം അറിയിക്കാം. അത് ഫോണിലൂടെയോ അല്ലെങ്കിൽ ഇമെയിൽ വഴി മുഖേനയോ അല്ലെങ്കിൽ എഴുതി ഇൻ റൈറ്റിങ്ങിലോ ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസറെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നിയമ നടപടി സ്വീകരിക്കാം. അപ്പോൾ ചൈൽഡ് പ്രൊഹിബിഷൻ ഓഫീസർ അവരുടെ കാര്യങ്ങൾ എഴുതിയെടുത്ത് അത് സംബന്ധിച്ച് ഒരു എൻക്വയറി നടത്തി
ചൈൽഡ് വിവാഹം, അതായത് ബാലവിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നവർക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അവർ മജിസ്ട്രേറ്റ് കോടതിയിൽ അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. അങ്ങനെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ കോടതിക്ക് അത്തരം വിവാഹത്തെ നിരോധിച്ചുകൊണ്ട് ഇൻജങ്ഷൻ കൽപ്പന പുറപ്പെടുവിക്കാൻ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ ഏത് ഇന്ത്യൻ പൗരനും എവിടെയെങ്കിലും ഒരു ശൈശവ വിവാഹം നടക്കുന്നുണ്ട് എന്ന വിവരം കിട്ടിയാൽ കോടതിയിൽ നേരെ ചെന്നുകൊണ്ട് കോടതിയിൽ അവർക്ക് അന്യായം ബോധിപ്പിക്കാവുന്നതാണ്. മജിസ്ട്രേറ്റ് കോടതിയിൽ എഴുതിക്കൊണ്ട് ഒരു അന്യായം ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ, ആ കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ കോടതിക്ക് അതിലെ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരെ ശൈശവ വിവാഹം നടത്തുന്നതിൽ നിന്ന് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കാൻ കോടതിക്ക് പറ്റും. അതല്ലാതെ കോടതിക്ക് സോമോട്ടോ ആയി, അതായത് സ്വന്തം ഇൻഫർമേഷൻ പ്രകാരം എവിടുന്നെങ്കിലും ഏതെങ്കിലും തരത്തിലൊരു ഇൻഫർമേഷൻ കോടതിക്ക് കിട്ടിക്കഴിഞ്ഞാൽ കോടതിക്ക് സ്വമേധയാ നടപടി സ്വീകരിക്കാനും അധികാരമുണ്ട്. ഈ ഇൻജക്ഷൻ കൽപ്പനയുടെ ഒരു കാതലായ വശം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു ശൈശവ വിവാഹം കോടതി അത് നടത്താൻ പാടില്ല എന്ന് ഒരു ഉത്തരവിട്ടതിന് ശേഷം നടത്തിയിട്ടുണ്ടെങ്കിൽ അത്തരം വിവാഹം തുടക്കം മുതൽ തന്നെ റദ്ദാക്കിയതായി പരിഗണിക്കുന്നതാണ്. അതായത് കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് നടത്തുന്ന ഏതൊരു ശൈശവ വിവാഹവും വോയിഡ് മാരേജ് എന്ന ഗണത്തിൽപ്പെടുന്നതാണ്. അവ പിന്നീട് കോടതിയിൽ ചോദ്യം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് റദ്ദ് ചെയ്യേണ്ട കാര്യമില്ല. അത് വോയിഡ് അബിനിഷ്യോ, അതായത് തുടക്കം മുതൽ തന്നെ റദ്ദാക്കപ്പെട്ട വിവാഹമായിട്ടാണ് നിയമത്തിന്റെ കണ്ണിലൂടെ അതിനെ ദർശിക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും കോടതി വിധി ലംഘിച്ചുകൊണ്ട് നടത്തിയ ശൈശവ വിവാഹത്തിൽ ഉൾപ്പെട്ട ഭാര്യക്കോ ഭർത്താവിനോ പരസ്പരം ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് എന്ന സ്റ്റാറ്റസ് ഒരു തരത്തിൽ ലഭിക്കുന്നതല്ല. ഇനി ഏതെങ്കിലും ഒരു ശൈശവ വിവാഹം മജിസ്ട്രേറ്റിന്റെ, അതായത് കോടതിയുടെ നിരോധന കൽപ്പന ലംഘിച്ചുകൊണ്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ കല്യാണത്തിന് ഉൾപ്പെട്ട രക്ഷിതാവായിക്കോട്ടെ, അതിന്റെ കാർമ്മികത്വം വഹിച്ച ആൾക്കാരായിക്കോട്ടെ, ആ വിവാഹത്തിൽ പങ്കുകൊണ്ട ആൾക്കാരായിക്കോട്ടെ, അവരെയൊക്കെ കോടതിക്ക് 2 കൊല്ലം വരെ ശിക്ഷിക്കാൻ, അതല്ലെങ്കിൽ 1 ലക്ഷം വരെ ഫൈൻ ചുമത്താൻ കോടതിക്ക് അധികാരമുണ്ട്. പക്ഷേ ഈ ഒരു നിയമ നടപടിയിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സ്ത്രീകൾക്ക് ഇതിന്റെ ഇൻജക്ഷൻ കൽപ്പനയുടെ ഈ ലംഘനം കൊണ്ടുവരുന്ന ശിക്ഷാവിധി ഇല്ല. അതായത് ചൈൽഡ് മാരേജ്, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് റെസ്ട്രെയിന്റ് ആക്ട്, അതിനെ അധികാരപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെന്റ് പിന്നീട് റൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ റൂൾസിലും ഒരു ശൈശവ വിവാഹം നടന്നു കഴിഞ്ഞാൽ അതിനെ ചെറുക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു ശൈശവ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അതിൽ ഉൾപ്പെട്ട് ആൾക്കെതിരെ കോടതിയിൽ പ്രോസിക്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആ പ്രതികളുടെ ബാധ്യതയാണ് ചൈൽഡ് മാരേജ് നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത്. കാരണം അവർ തന്നെ അവരുടെ കുട്ടികളുടെ ഉൾപ്പെട്ട കുട്ടിയുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ട് അത് ചൈൽഡ് മാരേജ് അല്ല എന്ന് തെളിയിക്കണം. പിന്നെ ഏതെങ്കിലും ഒരു ചൈൽഡ് മാരേജ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ നിന്ന് ഇൻജക്ഷൻ കൽപ്പന കിട്ടിക്കഴിഞ്ഞാൽ അത്തരം ആർക്കാണോ ഇൻജക്ഷൻ കൽപ്പന കിട്ടിയത് അവർക്ക് ഉടനെ തന്നെ അതേ കോടതിയിൽ സമീപിച്ച് അത് ചൈൽഡ് മാരേജ് അല്ല എന്ന് കോടതിയെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ, അതായത് ഏതെങ്കിലും ആള് വല്ല തരത്തിലുള്ള വിരോധം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു അടിസ്ഥാനപരമായ വസ്തുക്കൾക്ക് വിരുദ്ധമായി ചൈൽഡ് മാരേജ് ആണ് എന്ന് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു ഹർജി ബോധിപ്പിക്കുകയും ഒരു ഇൻജക്ഷൻ കൽപ്പന സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ എതിർകക്ഷികൾക്ക് അതേ കോടതിയെ സമീപിച്ച് ഉടനെ തന്നെ സമീപിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ആ കേസിൽ കല്യാണത്തിൽ ഉൾപ്പെട്ട കുട്ടികൾക്ക്
നിയമപരമായ വയസ്സ് പൂർത്തിയായിട്ടുണ്ട്, പുരുഷന് 21 പൂർത്തിയായിട്ടുണ്ട്, പെൺകുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തുന്ന പക്ഷം ആ നിരോധന ഉത്തരവ് കോടതി പിൻവലിക്കുകയും ആ കല്യാണം നടത്താൻ പെർമിഷൻ കൊടുക്കുകയും ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ചൈൽഡ് മാരേജ്, അതായത് ബാലവിവാഹത്തെ സംബന്ധിച്ചിട്ട് ഇതിന്റെ നിയമവശം പറയാനുള്ളത്. ഇന്നും പല സ്ഥലങ്ങളിലും ശൈശവവിവാഹം ചെറിയ രൂപത്തിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. പല കോടതികളിലും അത് സംബന്ധിച്ചുള്ള കേസ് ഇന്നും വരാറുണ്ട്. ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസർ എന്ന തസ്തിക എല്ലാ ജില്ലയിലുമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ശൈശവവിവാഹം നടക്കുന്നതായി ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കോടതിയെ നേരിട്ട് വന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നേരിട്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഹർജി കൊടുത്ത് ആ വിവാഹം തടയാൻ സാധിക്കുന്നതാണ്. അതല്ല, കോടതിയിൽ വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ഓഫീസറെ സമീപിച്ച് രേഖാമൂലമോ വാക്കാലോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഈ കാര്യം ഉണർത്തിക്കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നിന്ന് ആ വിവാഹം തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്.